ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞത് സവാളയും മുട്ടയും കുക്കറിലിട്ട് ഒറ്റ വിസിലടിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിത് ഉണ്ടാക്കുന്നതിനായിട്ട് എടുത്തത് കഴുകി വൃത്തിയാക്കിയ 4 സവാള, 2 വലിയ തക്കാളി, 4 മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 8-9 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച സവാള ചെറിയ പീസാക്കിയിട്ട് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ തക്കാളിയും പിന്നെ വെളുത്തുള്ളി ചെറിയ പീസാക്കിയിട്ടും ഇതിലേക്ക് ആഡാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണോ എഗ്ഗ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമ്മളിത് കുക്കറിലിട്ട് ഒരൊറ്റ വിസിൽ വെച്ചിട്ട് ഒറ്റ വിസിലടിച്ചതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വെക്കാം. ഒരൊറ്റ വിസിൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് അത് മാറ്റി വെക്കുക. ആ ഒരു ദമ്മിൽ കിടന്ന് അതിലുള്ള എല്ലാ ഐറ്റംസും നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും മുട്ട റോസ്റ്റിൻ്റെ കൂടെ കപ്പ കഴിക്കാറുണ്ടോ? കഴിച്ചിട്ടുണ്ടോ ഇതുവരെ? കാരണം മുട്ട റോസ്റ്റും കപ്പ എന്ന് പറഞ്ഞിട്ടൊരു കോംബോ ആരും കഴിച്ചതായിട്ട് തോന്നുന്നില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ആരും കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് അറിയിക്കണേ. സംഭവം സൂപ്പറായിരുന്നു കേട്ടോ ഈ ഒരു കോംബോ. കപ്പൊക്കെ വേവിച്ച് അതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ട് നല്ല വെളിച്ചെണ്ണയിലൊന്ന് കടുക് പൊട്ടിച്ചൊക്കെ എടുത്ത് നമ്മൾ ഈ ഒരു മുട്ട റോസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ അതൊരു വെറൈറ്റി കോംബോ തന്നെ തോന്നി. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം കപ്പയും മുട്ട റോസ്റ്റും കേൾക്കുമ്പോൾ തന്നെ ഒരു വെറൈറ്റി കോംബോ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? കണ്ടിട്ട് തന്നെ നിങ്ങൾക്കും കഴിക്കാൻ തോന്നുന്നുണ്ടാവില്ലേ? അപ്പോൾ എന്തായാലും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളെ കപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. വറ്റൽമുളകും ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് കപ്പ ഇതുപോലെ എടുത്ത് കഴിക്കാൻ ഒരു വേറെ തന്നെ ടേസ്റ്റാണ്. ഇത് നമുക്ക് മുട്ട റോസ്റ്റിൻ്റെ കൂടെ കഴിക്കണമെന്നില്ല, അല്ലാതെ തന്നെ ഇത് സെപ്പറേറ്റ് ആയിട്ടും കഴിക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ മെയിൻ ഐറ്റംസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലൊക്കെ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് കറിവേപ്പില ആഡാക്കി കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് സാധാ എരിവുള്ള മുളക് പൊടി ആഡാക്കി കൊടുക്കുക. കാരണം ഞാനിതിലേക്ക് പച്ചമുളക് ആഡാക്കിയിട്ടില്ല കേട്ടോ. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡാക്കി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം വളരെ സ്ലോ ആയിരിക്കണേ. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച സവാളയും തക്കാളിയും ഒക്കെ ഇല്ലേ, അത് നമ്മൾ ഇതിലേക്ക് ആഡാക്കി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. രാവിലെ നമ്മൾ ഇടിയപ്പം, വെള്ളപ്പം അതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്കുള്ള ഇതുപോലെ മുട്ട റോസ്റ്റൊക്കെ നമുക്ക് രാത്രി തന്നെ സവാളയും തക്കാളിയൊക്കെ ഇതുപോലെ കുക്കറിൽ വിസിലടിച്ച് റെഡിയാക്കി വെച്ചാൽ നമുക്ക് രാവിലെ പിന്നെ ഇതിലേക്കുള്ള ഈ ഒരു ചെറിയ ഐറ്റംസിൻ്റെ ഒരു പണിയേ പിന്നെ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളെ ജോലിയൊക്കെ എളുപ്പമാക്കി എടുക്കാനും പറ്റിയ ഒരു സിമ്പിൾ രീതിയാണ് കേട്ടോ ഇത്. നമ്മളെ കറിയൊക്കെ നല്ല രീതിയിൽ കുറുകി വന്ന് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സവാളയും തക്കാളിയൊക്കെ കുക്കറിൽ വിസിലടിച്ച സമയത്ത് അതിൻ്റെ കൂടെ വേവിച്ച എഗ്ഗില്ലേ, അത് ഇതിലേക്ക് ആഡാക്കി കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ആക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി വിതറിയിട്ട് നമ്മൾ എന്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് അതിൻ്റെ കൂടെ കഴിക്കുക. അതേസമയം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ആഡാക്കണം കേട്ടോ. അപ്പോഴേതാ നമ്മളെ സിമ്പിൾ മുട്ട റോസ്റ്റ് നല്ല സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. മല്ലിയിലൊക്കെ വിതറി ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ലേ? അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം. ഇതേ രീതിയിൽ നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. കാരണം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ഉണ്ടാക്കുന്ന എഗ് റോസ്റ്റിൽ നിന്നും കുറച്ച് മാറ്റം തന്നെ ഉണ്ട് കേട്ടോ ആ ഒരു ടേസ്റ്റിൽ. അപ്പോൾ എന്തായാലും ഒരു തവണ ഒന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഉണ്ടാക്കണം. എന്നിട്ട് ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള നമ്മളെ മുട്ട റോസ്റ്റ് നമ്മൾ കപ്പൊക്കെ വേവിച്ചതിൻ്റെ കൂടെയും അതുപോലെ തന്നെ നമ്മൾ
അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇതുപോലെ തന്നെ ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാ പുതിയ പുതിയ വെറൈറ്റിയും സിമ്പിളുമായിട്ടുള്ള റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് കമൻ്റായിട്ടും അറിയിക്കാനും മറക്കരുതേ.